അർജന്റീന ആരാധകർ ഭയന്ന ആ ദിവസം ഒടുവിൽ വന്നെത്തിയിരിക്കുകയാണ്. അർജന്റീനയുടെ കടുത്ത വില്ലൻ എന്ന് ഫുട്ബോൾ ലോകം വിളിക്കുന്ന ആ മനുഷ്യൻ വീണ്ടും എത്തുന്നു. അതും 2026 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ നിയന്ത്രിക്കാൻ. ഒറ്റ പേരിലൂടെ വിമർശകരുടെ വായടപ്പിച്ചു കഴിഞ്ഞു ഫിഫ. ഇതേവരെ അർജന്റീനയെ റഫറിമാർ സഹായിച്ചെന്നായിരുന്നു വിമർശകരുടെ ആരോപണം. ഫിഫ അർജന്റീനയ്ക്കായി കളി നിയന്ത്രിച്ചുവെന്ന് പലരും പറഞ്ഞു. പക്ഷേ അർജന്റീന വേഴ്സസ് സ്പെയിൻ ലോകകപ്പ് ഫൈനൽ നിയന്ത്രിക്കാൻ പോകുന്ന പ്രധാന റഫറിയുടെ പേര് അവരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അർജന്റീന ആരാധകർ പേടിക്കുന്ന ആ പേര് ഇതാണ്: സ്ലാവ്കോ വിൻസിച്ച്. സ്ലാവ്കോ വിൻസിച്ച്. ആ പേര് കേട്ടാൽ ഏത് വമ്പൻ ടീമുകളും ഒന്ന് കിടുങ്ങും. കളിക്കളത്തിൽ ഒട്ടും ദാക്ഷിണ്യമില്ലാത്ത റഫറി. ഇക്കഡോറിന്റെ പിയറോ ഹിൻകാപ്പിയയ്ക്ക് ഒരു ദയയുമില്ലാതെ, കണ്ണിൽ ചോരയില്ലാതെ നേരിട്ട് റെഡ് കാർഡ് കൊടുത്ത അതേ റഫറി. ന്യൂയോർക്കിലെ ആകാശത്തിന് കീഴിൽ വരുന്ന ഞായറാഴ്ച ലോകം നിശ്ചലമാകാൻ പോവുകയാണ്. ഫൈനൽ മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കപ്പെടാൻ പോകുന്ന വിൻസിച്ചിന്റെ ആ ചുവപ്പ് കാർഡ് ഇത്തവണ ആർക്കെങ്കിലും നേരെ നീളുമോ? ആരാണ് യഥാർത്ഥത്തിൽ ഈ സ്ലാവ്കോ വിൻസിച്ച്? അർജന്റീനയും സ്പെയിനും നേർക്കുനേർ വരുന്ന ആ മഹാപോരാട്ടത്തിന്റെ വിധി എഴുതാൻ ഫിഫ എന്തുകൊണ്ട് ഈ 46-കാരനെ തെരഞ്ഞെടുത്തു? കാരണമുണ്ട്. പറയാൻ പോകുന്നത് വെറുമൊരു റഫറിയുടെ കഥയല്ല. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ കൊമ്പന്മാരെ വരെ വിറപ്പിച്ച ചരിത്രമുള്ള കളിയിലെ യഥാർത്ഥ നിയന്താവാണ്. അർജന്റീനയുടെ നെഞ്ചിലേക്ക് കഠാര കയറ്റിയ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തത്തിന് സാക്ഷിയായ ആ മനുഷ്യന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. അതെ, സ്ലാവ്കോ വിൻസിച്ച് എന്ന പേര് അർജന്റീന ആരാധകർക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. നമുക്ക് 2022 ഖത്തർ ലോകകപ്പിലേക്ക് ഒന്ന് പിന്നോട്ട് പോയി നോക്കാം. ലയണൽ മെസ്സിയും കൂട്ടരും അപരാജിതരായി പടയോട്ടം നടത്തുന്ന സമയമായിരുന്നു അത്. തുടർച്ചയായി 36 മത്സരങ്ങളിൽ തോൽവി അറിയാതെ വന്ന അർജന്റീനയെ സൗദി അറേബ്യ 1-നെതിരെ 2 ഗോളുകൾക്ക് അട്ടിമറിച്ച ആ കറുത്ത ദിവസം ഓർമ്മയുണ്ടോ? അന്ന് ആ മത്സരം നിയന്ത്രിച്ച റഫറി മറ്റാരുമായിരുന്നില്ല, ഇതേ സ്ലാവ്കോ വിൻസിച്ച് ആയിരുന്നു. അർജന്റീനയുടെ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ തോൽവിക്ക് വിസിലടിച്ചത് വിൻസിച്ച് ആയിരുന്നു. ആ മത്സരത്തിൽ ലിയാൻഡ്രോ പാരഡൈസിനെ സൗദി താരം ബോക്സിൽ വീഴ്ത്തിയപ്പോൾ അർജന്റീനയ്ക്ക് അനുകൂലമായി പെനാൽറ്റി വിധിച്ചതും ഇതേ വിൻസിച്ച് തന്നെയാണ്. ലയണൽ മെസ്സി അത് കൃത്യമായി ഗോളാക്കി മാറ്റുകയും ചെയ്തു. പക്ഷേ കളി അർജന്റീന തോൽവി. ലോകകപ്പ് ചരിത്രത്തിൽ അർജന്റീന അവസാനമായി തോറ്റ മത്സരവും അതുതന്നെയാണ്. ആ തോൽവിക്ക് ശേഷം ഉയർത്തെണീറ്റ അർജന്റീന അന്ന് ലോക ചാമ്പ്യന്മാരായ മടങ്ങിയത്. ഇന്ന് മറ്റൊരു ലോകകപ്പിന്റെ ഫൈനലിലേക്ക് സ്വപ്നസമാനമായ കുതിപ്പ് നടത്തി നിൽക്കുകയാണവർ. വീണ്ടും അവർക്ക് മുന്നിലേക്ക് വിൻസിച്ച് വരികയാണ്. അർജന്റീന ടീം ഒരിക്കൽ കൂടി വിൻസിച്ചിന് മുന്നിലേക്ക് എത്തുമ്പോൾ ആശങ്കകൾ സ്വാഭാവികമാണ്. കാരണം അയാൾ വെറുമൊരു റഫറിയല്ല, ക്ലബ്ബ് മത്സരങ്ങളിലെ വിവാദ നായകനാണ്. അടുത്തിടെ ബയൺ മ്യൂണിക് റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ എഡ്വാർഡോ കാമവിഗയ്ക്ക് നൽകിയ വിവാദ ചുവപ്പ് കാർഡ് തന്നെയാണ് ഒടുവിലത്തെ ഉദാഹരണം. കാർഡുകൾ വാരി വിതറുന്ന റഫറി എന്ന കുപ്രസിദ്ധി കൂടിയുണ്ട് വിൻസിച്ചിന്. പക്ഷേ ഈ ലോകകപ്പിൽ അദ്ദേഹം വളരെ ശാന്തനായാണ് കളി നിയന്ത്രിച്ചത്. മെക്സിക്കോ ഇക്കഡോർ മത്സരത്തിലെ ചുവപ്പ് കാർഡ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മത്സരങ്ങളിൽ ശരാശരി 3 മഞ്ഞക്കാർഡുകൾ മാത്രമാണ് വിൻസിച്ച് നൽകിയിട്ടുള്ളത്. 2022 ഖത്തർ ലോകകപ്പിലൂടെ അരങ്ങേറ്റം കുറിച്ച വിൻസിച്ചിന്റെ കരിയറിലെ 6ാമത്തെ മാത്രം ലോകകപ്പ് മത്സരമാണ് ഇത്തവണത്തെ ഫൈനൽ. ഈ ലോകകപ്പിൽ 3 മത്സരങ്ങൾ മാത്രമാണ് വിൻസിച്ച് നിയന്ത്രിച്ചത്. ഗ്രൂപ്പ് സിയിലെ ബ്രസീൽ വേഴ്സസ് മൊറോക്കോ തീവാറുന്ന പോരാട്ടം, ഗ്രൂപ്പ് ജെയിലെ അൾജീരിയ ജോർദാൻ മത്സരം, റൗണ്ട് ഓഫ് 32-ലെ മെക്സിക്കോ ഇക്കഡോർ മത്സരം. ഈ മത്സരത്തിലാണ് ആ കടുത്ത തീരുമാനം വിൻസിച്ചെടുത്തത്. അതുവരെ ലോകകപ്പിലോ യൂറോ കപ്പിലോ ഒരു താരത്തിനും താൻ നൽകിയിട്ടില്ലാത്ത ചുവപ്പ് കാർഡ് അന്ന് ആദ്യമായി വിൻസിച്ച് പുറത്തെടുത്തു. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ ഇക്കഡോർ താരം പിയറോ ഹിൻകാപ്പിയയ്ക്ക് നേരെ ചുവപ്പ് കാർഡ് ഉയർന്നു. മെക്സിക്കൻ താരം സാന്തി ജിമനേസുമായുള്ള വാക്കേറ്റത്തിനിടെ മോശം വാക്കുപയോഗിക്കുന്നത് ക്യാമറകൾ കാണാതിരിക്കാൻ വാപൊത്തി പറഞ്ഞതായിരുന്നു ഹിൻകാപ്പിയെ കാണിച്ച കുറ്റം. ഫിഫയുടെ പുതിയ തീരുമാനപ്രകാരം മൈതാന മധ്യത്ത് വാപൊത്തിയുള്ള സംസാരം വിലക്കപ്പെട്ടതാണ്. കൈകൊണ്ടോ ജേഴ്സി കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിൽ വാ മൂടി മനഃപൂർവ്വം സംസാരിക്കുന്നത് നേരെ റെഡ് കാർഡ് നൽകാനുള്ള കുറ്റമാണ്. വിനീഷ്യസിനെതിരെ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനിടെ ബെൻഫിക്ക താരം ജിയാൻ ലൂക്ക പ്രഷ്യാനി നടത്തിയ വാ പൊത്തിപ്പിടിച്ചുള്ള അധിക്ഷേപമാണ് പുതിയ നിയമത്തിലേക്ക് ഫിഫയെ നയിച്ചത്. ആ നിയമത്തിന് ഫിഫ നൽകിയ പേരും മറ്റൊന്നല്ല, വിനീഷ്യസ് ജൂനിയർ നിയമമെന്നാണ്. തൻ്റെ കരിയറിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലാണ് ഈ സ്ലോവേനിയൻ റഫറി ഇപ്പോൾ നിൽക്കുന്നത്. വലിയ മത്സരങ്ങളുടെ സമ്മർദ്ദം താങ്ങാൻ വിൻസിച്ചിനോളം പോന്ന മറ്റൊരു റഫറിയില്ല. ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ റയൽ മാഡ്രിഡും ബൊറൂസിയ ഡോർട്ട്മുണ്ടും ഏറ്റുമുട്ടിയ വിഖ്യാതമായ 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നിയന്ത്രിച്ചത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? ഇതേ വിൻസിച്ച് തന്നെയാണ്. യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ ബഹുമതി സ്വന്തമാക്കിയ അതേ മനുഷ്യൻ.
അവിടെയും തീർന്നില്ല. 2022 ഫ്രാങ്ക്ഫർട്ടും റേഞ്ചേഴ്സും തമ്മിലുള്ള യുവേഫ യൂറോപ്പ ലീഗ് ഫൈനലും നിയന്ത്രിച്ചത് ഇദ്ദേഹം തന്നെയാണ്. ചാമ്പ്യൻസ് ലീഗ്, യൂറോ കപ്പ്, യൂറോപ്പ ലീഗ്, ഫിഫ ക്ലബ് വേൾഡ് കപ്പ്, അങ്ങനെ ഫുട്ബോളിലെ എല്ലാ വമ്പൻ ടൂർണമെൻറ്റുകളും വിരൽത്തുമ്പിലിട്ട് നിയന്ത്രിച്ച അസാമാന്യ പരിചയസമ്പത്തുണ്ട് വിൻസിച്ചിന്. ലോകകപ്പ് ഫൈനൽ എന്ന ഹൈ പ്രൊഫൈൽ യുദ്ധത്തിൽ വിൻസിച്ചിന് കൂട്ടായി ഒരു വൻ സംഘം തന്നെയുണ്ട്. അസിസ്റ്റന്റ് റഫറിമാരായി തമാസ് ക്ലാൻക്ലക്കും ആൻഡ്രാസ് കൊവാസിച്ചും ഇറങ്ങും. ഫൈനലിനുള്ള ഫിഫ റഫറിയെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ വികാരഭരിതനായി പോയി വിൻസിച്ച്. കണ്ണീരണിഞ്ഞാണ് അദ്ദേഹം ആ തീരുമാനത്തെ വരവേറ്റത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. ഇത്രയും വലിയൊരു ട്രാക്ക് റെക്കോർഡുമായി വരുന്ന ഈ 46-കാരൻ ആശങ്ക നിറയ്ക്കുന്നത് സ്പെയിനേക്കാൾ അർജന്റീന ആരാധകരുടെ മനസ്സിലാകുമെന്ന കാര്യം ഉറപ്പാണ്. ഏതു നിമിഷവും ഉയരാവുന്നൊരു ചുവപ്പ് കാർഡിനെ ഭയന്നുകൊണ്ടേ താരങ്ങൾക്ക് ഫൈനലിൽ മൈതാനത്ത് പന്ത് തട്ടാനാകും. അർജന്റീനയുടെ ആ സുവർണ്ണ കുതിപ്പിന് ബ്രേക്കിട്ട റഫറി വീണ്ടും അവരുടെ മുന്നിലേക്ക് വരികയാണ്. അതും 2026 ലോകകപ്പിൻ്റെ ഫൈനലിൽ. കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയുടെ പരാജയമറിയാത്ത കുതിപ്പിന് വിസിൽ മുഴക്കിയ വിൻസിച്ച് അതിനുശേഷം വീണ്ടും തുടർ വിജയങ്ങൾ കൊയ്ത അർജന്റീനയുടെ കുതിപ്പിന് ഒരിക്കൽ കൂടി തടയിടുമോ? അർജന്റീനയ്ക്ക് വിൻസിച്ച് വീണ്ടും ഒരു ശാപമാകുമോ? അതോ മെസ്സിയും സംഘവും ഈ വില്ലനെതിരെ കണക്ക് തീർക്കുമോ? വരുന്ന ഞായറാഴ്ച ന്യൂയോർക്കിൽ വിൻസിച്ച് ചരിത്രം എഴുതുമോ അതോ വിവാദ നായകനാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.